all, welcome back to our channel. So ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന കുറേ കൺസേൺസിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഫേസിലൊക്കെ കുറേ അധികം പിഗ്മെൻറ്റേഷൻസ്, സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, ലൈക്ക് നമ്മളിപ്പോൾ ഡെയിലി വെയിൽ കൊണ്ട് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ധാരാളം ഈ പിഗ്മെൻറ്റേഷൻ അടിഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. നമ്മൾ പിന്നെ എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാലും അത് പോവാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ. സോ അതിങ്ങനെ മാറ്റാം, അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ കേട്ടിട്ടുള്ളൊരു വേർഡാണ് കോജിക് ആസിഡ് എന്നുള്ളത് അല്ലേ. സോ യെസ്, നമ്മൾ കോജിക് ആസിഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുറേ പേര് നമ്മൾ വൈറ്റമിൻ സിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോജിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദിസ് വൺ. ഇത് പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ കോജിക് ആസിഡ് സെറമാണ്. സോ ഞാൻ ആദ്യം തന്നെ കോജിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞുതരാം. നമ്മുടെ വായുടെ ചുറ്റും ഉണ്ടാവാറുള്ള പിഗ്മെൻറ്റേഷന്, അതുപോലെ നമുക്ക് ടാൻ അടിച്ചിട്ട് വരാറുള്ള പിഗ്മെൻറ്റേഷന്, നമുക്ക് ടാൻ ഭയങ്കരമായിട്ട് ടാനായിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കും. നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നും ഫേസിലുള്ള സ്കിന്നും തമ്മിൽ കുറച്ച് ഡിഫറൻസ് വരാറുണ്ട്. കാരണം എക്സ്പോഷർ സണ്ണിന് കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ടാൻ നന്നായിട്ട് വരാറുണ്ട്. പിന്നെ അങ്ങനെ കുറേ സ്കിൻ കൺസേൺ, നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് വന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്സുകൾ, അതൊക്കെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ കോജിക് ആസിഡ് അതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഈ കോജിക് ആസിഡ് പല ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി വൺ ഓഫ് ദ ഫേമസ് പ്രോഡക്റ്റ് ആണ് പിൽഗ്രിമിൻ്റെ കോജിക് ആസിഡ് സെറം. സോ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ, അതേപോലെ നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നുകാർ കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഏത് ഉപയോഗിച്ചാലും പെട്ടെന്ന് റിയാക്ഷൻ വരുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് പാച്ച് ടെസ്റ്റ്, ഏത് സ്കിന്നാണെന്നുണ്ടെങ്കിലും യു ഷുഡ് ട്രൈ പാച്ച് ടെസ്റ്റ് ഫസ്റ്റ്. പാച്ച് ടെസ്റ്റ് നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയില്ലേ ഇവിടെ ഒന്ന് ചെയ്യാം നമുക്ക്. എന്നിട്ടൊരു 3 hours അത് ഫേസിൽ കീപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷനോ കാര്യങ്ങളോ ഒക്കെ തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫെർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യുക. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് വരാം. സോ ഇത് ഏതൊക്കെ ഡേയ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ പിൽഗ്രിമിൻ്റെ ഈ ഒരു സെറം വരുന്നത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആണ് വരുന്നത്. യൂഷ്വൽ കോജിക് ആസിഡ് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. പക്ഷേ ഇത് വരുന്നത് 2% കോജിക് ആസിഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ വി ഷുഡ് സ്റ്റാർട്ട് യൂസിങ് ഫ്രം 2%. നമ്മൾ 1 to 2% വെച്ച് യൂസ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പെട്ടെന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് 10% കോജിക് ആസിഡ് എടുത്തിട്ട് അങ്ങ് വാരി പൊത്തിക്കഴിഞ്ഞാൽ സ്കിന്നിന് റിയാക്ഷൻ വരും. ബിക്കോസ് നമ്മുടെ സ്കിന്നിന് അതുവരെ അതുമായിട്ട് ഒന്നും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എല്ലാം മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ഡോസിൽ നിന്ന് നമ്മളിപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിലേക്ക് പുതിയത് കൊടുക്കുമ്പോൾ ജസ്റ്റ് മെല്ലനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അതുപോലെ തന്നെ ഇത് 2% വെച്ചാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും ബെറ്റർ ആയിരിക്കും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കിന്ന് ഇതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെയിലി നൈറ്റൊക്കെ ആയിട്ടൊന്ന് യൂസ് ചെയ്യുക. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ, ഈ ഒരു പ്രോഡക്റ്റ് എന്നല്ല ഏതൊരു സ്കിൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും യു ഷുഡ് ട്രൈ യൂസിങ് സൺസ്ക്രീൻ. ഓക്കെ, 2 hours കൂടുമ്പോൾ എന്തായാലും റീഅപ്ലൈ ചെയ്യാൻ നോക്കുക. ബിക്കോസ് നിങ്ങളൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള സ്കിന്നിന് ഒന്ന് മെച്ചപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വേഗം പോയി ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമുള്ള സ്കിന്നിനെക്കാട്ടിലും വളരെ പരിതാപകരമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ സ്കിന്ന്. സോ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ തന്നെ നോക്കുക. കാരണം ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് വൈറ്റമിൻ സി ആവട്ടെ, ഏത് ഇതായാലും യു ഷുഡ് യൂസ് എ ഗുഡ് സൺസ്ക്രീൻ. ഒരു 50+ എങ്കിലും സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പ്രോഡക്റ്റ്. സോ ഇതിന് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ആസ് യു ക്യാൻ സീ, ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആണ്. വാട്ടറി കൺസിസ്റ്റൻസി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ട് പോവും. സീ, സ്മെല്ലാണെന്നുണ്ടെങ്കിലും ഇതിന് സ്മെല്ലില്ല.
ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഓക്കെ ആയി തോന്നുന്നതായിട്ടുള്ളൊരു സ്മെല്ല്, വല്ലാണ്ട് പഞ്ചിങ് ആയിട്ടുള്ള സ്മെല്ല് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളവിടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നൈറ്റ് എല്ലാം കിടക്കുന്നതിന് മുന്നേ നമ്മൾ സ്കിൻ കെയർ ചെയ്യാറുണ്ടാവുമല്ലോ, ആ സ്കിൻ കെയറിന് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ക്ലെൻസർ, നല്ലൊരു ക്ലെൻസർ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഈ ഒരു സെറം യൂസ് ചെയ്യുക. സെറം എപ്പോഴും ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇത് നമ്മുടെ സ്കിൻ കൺസേണിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ലൈക്ക് ഒരു കെയറിങ് പോലെ കൊണ്ടിറക്കുന്നത്. ഇത് നമ്മളൊരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ആൻഡ് ആസ് വെൽ ആസ് ദിസ് വൺ ഇസ് റിയലി കോൺസെൻട്രേറ്റഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇതാദ്യം യൂസ് ചെയ്ത് സ്കിന്നിലേക്ക് നന്നായിട്ട് ഒന്ന് അബ്സോർബ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് രാവിലെ നിങ്ങൾ കോളേജിലോ എവിടെയെങ്കിലും പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ make sure that you are applying a good amount of sunscreen on your face and make sure that you will reapply within 2 hours of time. ഓക്കെ, അതെന്തായാലും നിങ്ങൾ നോക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും. അതിപ്പോൾ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൺസേൺസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഫേസിൽ ബ്ലെമിഷസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതേപോലെയുള്ള ബ്ലെമിഷസ്, റിങ്കിൾസ്, അതേപോലെ പിഗ്മെൻറ്റേഷൻ, ടാനിങ് ഒക്കെ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫ്രം പിൽഗ്രിം. സോ ഇത് കോൺസെൻട്രേഷൻ വളരെ 2% കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ആൻഡ് ദ എമൗണ്ട് ഇസ് ജസ്റ്റ് ഫോർ 495 rupees ഇതിന് വരുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് ഇതാ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ സാധനം പിൽഗ്രിമിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഗൈസ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ഗുഡ് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഇൻ ദിസ്. ഞാൻ ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും നമ്മുടെ കൂപ്പൺ കോഡ് കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ട്രൈ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പറയാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. ഐ പേഴ്സണലി ലവ് ദിസ് പ്രോഡക്റ്റ്. സോ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഉപയോഗിച്ചിട്ട് സ്കിന്നിനൊരു പ്രശ്നം തോന്നുന്നില്ല, റാഷസോ അല്ലെങ്കിൽ ചെറുങ്ങനെ എന്തെങ്കിലും കുരു പോലെ വരിക എന്തെങ്കിലും തോന്നുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അത് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. സോ നിങ്ങളുടെ സ്കിന്ന് ഒബ്വിയസ്ലി ഒന്ന് ഓക്കെ ആയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഐ വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഗുഡ് റിസൾട്ട് ഇൻ ദിസ് പ്രോഡക്റ്റ്. So yeah, that's all about today's video. See you on the next video. Bye.